നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നീർക്കെട്ടും അത് സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നീർക്കെട്ട് എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ് നീർക്കെട്ട് കാണുന്നത്. അപ്പം ആ ഒരു അവയവത്തിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഇൻഫ്ലമേഷനെ നമ്മൾ കാണേണ്ടത്. ഒരുപക്ഷെ 1, 2, 3 ദിവസത്തിനുള്ളിൽ ഇങ്ങനെയുള്ള ഇൻഫ്ലമേഷൻസ് പോയേക്കാം. എന്ന് വെച്ച് നമ്മൾ എല്ലാം സില്ലിയായിട്ട് കാണണം എന്നല്ല പറയുന്നത്. ചില കേസസ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാം. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെ നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും കൂട്ടിയിട്ട് തന്നെ ചിലപ്പോൾ അത് എഗ്രവേറ്റ് ആവാനും ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആയുർവേദത്തിൽ ഏതൊരു രോഗത്തിൻ്റെയും മൂല കാരണം നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഈ നീർക്കെട്ടും അതുപോലെ രോധമാണ്, അതായത് ചാനൽസിൽ വരുന്ന ബ്ലോക്കേജുകളാണ്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ 2 സർക്കുലേഷൻ ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും ലിംഫാറ്റിക് സർക്കുലേഷനും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്ന പോലെയല്ല ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പമ്പിങ്. ഇതിൻ്റെ പമ്പിങ് എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്യണം. ഈ ലിംഫ് ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മളും അനങ്ങണം. അപ്പോൾ നമ്മൾ വെറുതെ ലോങ് സിറ്റിങ്ങും കാര്യങ്ങളും ഒരു എക്സസൈസും യോഗയും ഒന്നും ഇല്ലാതെയും ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഐറ്റംസ് ഒക്കെ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ലിംഫ് ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്ലമേഷൻ പ്രോൺ ആയിട്ടുള്ള ഒരു ബോഡി ടൈപ്പ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഈ ലിംഫ് ഫ്ലൂയിഡ്സ് താഴെ നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് കെട്ടിക്കിടക്കും. അങ്ങനെ എന്ത് ചെയ്യും? ആ ഫ്ലോ അവിടെ ബ്ലോക്ക് ആവുന്നു. അതുവഴി അവിടെ നീർക്കെട്ട് കാണുന്നു. പലതരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റ് ആയിട്ടുള്ള CRP, നമ്മുടെ CBC എന്ന് യൂറിക് ആസിഡ്, ഇതൊക്കെ നമ്മളെല്ലാവരും പോയി ടെസ്റ്റ് ചെയ്യും. ചിലപ്പോൾ നോർമൽ ആയിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടും ചില പേഷ്യൻസ് വരാറുണ്ട്, ഡോക്ടറെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ നോർമലാണ്, പക്ഷെ എന്നാലും എന്താണ് ഈ നീരിൻ്റെ കാരണം എന്നുള്ളത്. അപ്പം ഒന്നിനെയും നിങ്ങൾ ടേം ചെയ്യേണ്ട. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു ടേം പേഷ്യൻസ് കേട്ടാൽ തന്നെ അവർ നന്നായിട്ട് വിഷമിക്കും, ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. അപ്പോൾ ഈ ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ എന്നാണ്. ഇപ്പോൾ സൈനസിന് വന്നു കഴിഞ്ഞാൽ സൈനസൈറ്റിസ്, അത്രേ ഉള്ളൂ. അപ്പം സൈനസൈറ്റിസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കാറില്ല. എന്നാൽ ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അപ്പം അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് ആ സ്ട്രെസ് കാരണം തന്നെ ചിലപ്പോൾ ആ സ്വെല്ലിങ് കൂടാനും ചാൻസസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെയാണ് ഒറ്റമൂലിയുടെ പിറകെ പോയിട്ട് കിഡ്നിക്കും ലിവറിനും ഒക്കെ പണി വാങ്ങിയിട്ട് ഒരുപാട് പേഷ്യൻസും വരാറുണ്ട്. ഇപ്പം ആയുർവേദമാണല്ലോ, മെഡിക്കേറ്റഡ് ലീവ്സ് കാര്യങ്ങൾ തോരനൊക്കെ ഉണ്ടാക്കി ധാരാളം കഴിക്കാമെന്ന് പറയുന്നതും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു വീഡിയോസും നിങ്ങൾ ഇങ്ങനെയുള്ള ഒറ്റമൂലികൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വീഡിയോസ് ആണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അത് നിങ്ങൾ കഴിക്കണോ വേണ്ടയോ. അഥവാ കഴിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദിക് ഫിസിഷ്യനോട് അഭിപ്രായം ചോദിച്ചിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതിൽ തന്നെ പുനർനവ എന്ന് പറയുന്നൊരു ഡ്രഗ് ഉണ്ട്, അതായത് തവിഴാമ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ചെടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ വളരെ നല്ലതാണ് നീര് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ചീരത്തോരനോ അങ്ങനെയുള്ള തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഇല കൂടി അതിൻ്റെ കൂടെ ഇട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ വെറുതെ ഒരു ലീഫ് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ജ്യൂസ് അടിച്ച് അത് തന്നെ കോൺസെൻട്രേറ്റഡ് അളവിൽ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കോംപ്ലിക്കേഷൻസിലേക്ക് പോയേക്കാം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും എപ്പോഴും പറയുന്നത്, ആയുർവേദമാണെന്ന് കരുതി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. അതുപോലെ തന്നെ ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ലീവ്സ് കാര്യങ്ങളൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴും ഒരു ഡോക്ടറിൻ്റെ സജഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും ഒറ്റമൂലിയുടെ പുറകെ പോകാതെ നമ്മൾ കഴിക്കുന്ന ആഹാരം എങ്ങനെയാണെന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കുക. അതായത് വാം ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം, നല്ല ചൂടോട് കൂടിയിട്ടുള്ള ലൈറ്റ്ലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിക്കാം. നീർക്കെട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒത്തിരി ഹെവി ആയിട്ടുള്ളതും ജങ്ക് ഐറ്റംസും ബേക്കറി ഐറ്റംസും കൊക്കക്കോള അങ്ങനെയുള്ള കാർബണേറ്റഡ് ആയിട്ട് ഡ്രിങ്ക്സ് കാര്യങ്ങൾ മാക്സിമം ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. പൊടിയരിക്കഞ്ഞിയും ഇങ്ങനെയുള്ള തോരനും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ആമദോഷത്തിന്, അതായത് ടോക്സിക് എയറിനെയും ടോക്സിക് ഐറ്റത്തിനെയും നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിച്ച് ഈ ഹെവി ആയിട്ടുള്ള കണ്ടീഷനായ ഇൻഫ്ലമേഷനിൽ നിന്ന് പുറത്തു വരാൻ എല്ലാവർക്കും പറ്റുന്നതായിരിക്കും. ആയുർവേദത്തിൽ ഒത്തിരി ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളുണ്ട്.
അതായത് പുനർനവാതി കഷായം, പുനർനവാസവം, അങ്ങനെ ഒത്തിരി ഒത്തിരി ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഗുളികകളും കഷായങ്ങളും അരിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇന്ന ഒരു മരുന്ന് ഇന്ന ഒരു സ്വെല്ലിങ്ങിനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഓവർ ദ കൗണ്ടർ മെഡിസിൻ ആയിട്ട് നമ്മൾ പറയാറില്ല. അങ്ങനെ ചെയ്യുന്നതും തെറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ആരും ഒരു വിട്ടുവീഴ്ചയും ആക്കരുത്. കാരണം എപ്പോഴും വെള്ളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഡീഹൈഡ്രേറ്റീവ് സ്റ്റേജിലേക്ക് പോകരുത്. കാരണം അങ്ങനെയുള്ള സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്താ പറയുക റിയാക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടാകുന്നു. കോശങ്ങൾക്കും നമ്മുടെ സെൽസിനും ടിഷ്യൂസിനും വരെ അത് കാര്യമായിട്ട് ബാധിച്ചേക്കാം. അതുപോലെ തന്നെയാണ് ആയുർവേദം ഈക്വൽ ടു തിരുമ്മൽ അല്ലെങ്കിൽ മസാജ് എന്ന് പറയുന്നവരോട് പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള നീർക്കെട്ട് വരുമ്പോൾ ഒരു കാരണവശാലും വളരെ ഫോഴ്സ്ഫുള്ളി അത് തടവാനോ പിടിക്കാനോ ഒന്നും പാടില്ല. അപ്പം നമ്മൾ ഓരോ ആൾക്കാരുടെയും നീർക്കെട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് ധാരകൾ, ധാന്യാമ്ലധാര, ചില കേസസിൽ അധികം നീര് കാര്യങ്ങൾ സ്റ്റിഫ്നെസ് മാത്രമാണെങ്കിൽ നമ്മൾ കിഴികൾ കൊടുക്കും. അത് കിഴികളിൽ തന്നെ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ഒരു കാര്യങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കുക. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ബേസിക്കലി എരിവ്, പുളി, ജങ്ക് ഐറ്റംസ്, മൈദ, ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക. കാരണം ഇങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ് കഴിക്കുമ്പോൾ ഈ ലിംഫ് ഫ്ലൂയിഡ്സിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോയി, അതായത് ഈ ഫാറ്റി ഈ ഓവർ ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്സ് പോയി അക്യുമുലേറ്റഡ് ആയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ലിംഫ് ഫ്ലോനെ അത് കാര്യമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെയാണ് സ്മോക്കിംഗ്. പുകവലിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ എത്രത്തോളം പുകവലിക്കുന്നു അത്രത്തോളം നിക്കോട്ടിൻ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പോൾ ഈ നിക്കോട്ടിൻ എവിടെ പോയിട്ടാണോ ലിംഫ് ഫ്ലൂയിഡ്സിൽ പോയി ബ്ലോക്ക് ആവുന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള ഫ്ലോ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്, ബ്ലോക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്താ പറയുക നീർക്കെട്ടും സ്വെല്ലിങ്ങും ഉണ്ടാവുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് പകലുറക്കം. അതും വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ക്ഷീണം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് രാവിലെ കുറച്ച് നേരം ഉറങ്ങുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ വെരിക്കോസ് വെയിൻ ആണെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ നീർക്കെട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ പണ്ട് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ഈ ഡയബറ്റീസ് പേഷ്യൻ്റൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കാൽപാദം മുകളിലേക്കും താഴേക്കുമായിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നത് വളരെയധികം എഫക്റ്റീവാണ്. ആൻറ്റി ക്ലോക്ക് വൈസും ക്ലോക്ക് വൈസും ഒക്കെ നമ്മൾ കാല് ഉയർത്തിയിട്ട് അങ്ങനെയുള്ള സ്ട്രെച്ചസും കാര്യങ്ങളും ചെയ്യുന്നത് നല്ലതായിരിക്കും. കറുകപ്പട്ട, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, ഇതൊക്കെ മിനിമൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. നെല്ലിക്ക, അതുപോലെ സ്ട്രോബെറി, ബ്ലൂബെറി, പിന്നെ വാൾനട്ട്, ഫിഗ്, അങ്ങനെയുള്ള സീഡ്സ്, നട്ട്സ് ഒക്കെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളവയൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്യാം. അതിനനുസരിച്ചുള്ള ചികിത്സ ഓരോ ആൾക്കാരും ചൂസ് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.